നമസ്കാരം. കഥ പറയും പാട്ടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും കഥ പറയും പാട്ടുകളിൽ ഒരുപാട് ഗസ്റ്റുകൾ വരാറുണ്ട്. ചിലർ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് കഥകൾ പറയുന്നത്. ചിലർ പാട്ടുകളെ പറ്റി വാതോരാതെ പറയാറുണ്ട്. കാവ്യാത്മകമായ അർത്ഥങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ കഥകൾ പറയുന്ന ഗസ്റ്റുകൾ നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇടയ്ക്കെങ്കിലും കൊച്ചുകുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കണ്ടേ? അങ്ങനെയാണ് മിയക്കുട്ടി എത്തിയത് അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു കൊച്ചുകുട്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്, സിംഗർ അവന്തിക. വെൽക്കം ടു ദി ഷോ അവന്തിക. അവന്തിക, ഇന്ന് ശരിക്കും നമുക്ക് കുഞ്ഞു കുഞ്ഞു കഥകളും വലിയ വലിയ കഥകളൊന്നും പറയാനില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഉണ്ടല്ലോ കഥകൾ അല്ലേ? അപ്പോൾ ആ കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് മുന്നോട്ട് പോവാം. ജോൺസൺ മോഷന്റെ സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ സ്വർണ്ണമുഖിലെ എന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വർണ്ണമുഖിലെ സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലെ സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ? ആഹാ, അടിപൊളി. അപ്പോൾ ശരിക്കും ഇതുപോലെ തന്നെ ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ശരിക്കും എനിക്കൊന്ന് ന്യൂ ജനറേഷന് പൊതുവെ ഇഷ്ടമാണ് അല്ലേ? പുതിയ സോങ്സ് അല്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അവന്റേക്ക് എന്താണ് റീസൺ? എപ്പോഴും ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് ജോൺസൺ മാഷിന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ. എന്തോ ഒരു കഥ പറയുന്ന പോലെ പാട്ട് ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അല്ലേ? അങ്ങനെ തന്നെയായിരിക്കും എല്ലാവർക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോൺസൺ മാഷിന്റെ ഒരു സോങ്ങും കൂടെ പാടും. അപ്പോൾ ഏതോ ജന്മകൽപ്പനയിൽ എന്ന് പറഞ്ഞൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ആ പാട്ടിലൊരു ഹമ്മിങ് ഉണ്ട്. അത് പറ്റുവാണെങ്കിൽ അങ്കിൾ ഒന്ന് പാടിത്തരണം. ഓളെ പാട്ട് അങ്കിൾ കൂടെ പാടത്തില്ല. ഒരു വാക്ക് പറയുന്നുണ്ട്. ചില പാട്ടുകളിൽ ചിലപ്പോൾ മെയിൽ വെർഷൻ ഹമ്മിങ്, ചിലപ്പോൾ ഫീമെയിൽ വെർഷൻ ഹമ്മിങ് കാണും. പക്ഷേ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ജീവൻ നൽകുന്നത് ഈ ഹമ്മിങ് പോർഷനാണ്. ഉണ്ണിമേനോൻ സാറാണ് ഈ പാട്ട് പാടി. ജോൺസൺ മാസ്റ്റർ അത്രയും എന്താ പറയുക വില കൽപ്പിച്ചിട്ടാണ് ആ ഹമ്മിങ് ചെയ്തിരിക്കുന്നത്. ശരി, നോക്കാം, പാടാം. ശരിക്കും ഈ പാട്ട് ഒരുപാട് പാട്ടുകൾ ഒരുപാട് സ്റ്റേജ് ഷോസിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ വേണുഗോപാൽ സാറിന്റെ കൂടെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തെ ഓർക്കുമ്പോൾ പാടാൻ തോന്നുന്ന പാട്ടൊക്കെ ഏതാണ്? വേണുഗോപാലിനെ ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കാണുന്നത് സെനറ്റ് ഹാളിൽ വെച്ചാണ്. അന്നാണ് എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം നടക്കുന്നത്. 6 വയസ്സിൽ ഞാൻ ട്രിവാൻഡ്രം സെനറ്റ് ഹാളിൽ വെച്ചിട്ട് മോഹൻലാൽ സാറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പാടിയതാണ്. അവിടെ വെച്ചാണ് വേണുഗോപാലിനെ ആദ്യം കണ്ടത്. അപ്പോൾ രണ്ട് സെപ്പറേറ്റ്
നല്ല ഹാപ്പിനെസ് ആയിരുന്നു. മോഹൻലാൽ സാറിനെ കാണാൻ പറ്റി, രണ്ട് ലെജൻസിനെ കാണാൻ പറ്റി അല്ലേ? അതെ. പിന്നെ ഞാൻ കീബോർഡിസ്റ്റ് മോഹനങ്കളിനെ പരിചയപ്പെടുന്നത് ഞാൻ പഠിച്ചത് ടാലൻറ്റ് സ്കൂൾ ഓഫ് മ്യൂസിക്കാണ്. ജോസ് സാറ് ഗിറ്റാർ വയ്ക്കുന്ന ജോസ് സാറിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ സാറിൻ്റെ സ്കൂളിലൊരു റിയാലിറ്റി ഷോ നടന്നു, സ്കൂളിൻ്റെ റിയാലിറ്റി ഷോ നടന്നു. അതിൽ നിത്യാമാമൻ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജൂനിയേഴ്സിൽ ഞാൻ ഫൈനലിൽ വരെ എത്തി. പാടിയത് തേനും വയമ്പും എന്ന പാട്ടാണ്. അത് മോഹനങ്കൾ കേട്ട് മോഹനങ്കളിന് ഇഷ്ടപ്പെട്ടു. പിന്നെ വേണുങ്കളിന് ഒരു പ്രോഗ്രാം വന്നു. അപ്പോൾ ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞു പാടാൻ വേണ്ടി. അപ്പോൾ മോഹനങ്കൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വേണുങ്കളോട് പാടുന്നത്. രവീന്ദ്രൻ മാഷിന്റെ സോങ് അല്ലേ? ശരിക്കും ഈ നമ്മുടെ പാട്ട് പഠിക്കാൻ നേരം, അതായത് 6 വയസ്സിന് മുന്നേ പാട്ട് പഠിച്ചു തുടങ്ങിയോ? അതെ, ഒരു 4.5 വയസ്സാകുമ്പോൾ തൊട്ടേ ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ്, സ്വന്തമായിട്ട് പാടി തുടങ്ങിയിട്ടാണോ അതോ അമ്മയ്ക്കും അച്ഛനും പാട്ടിന് ചേർക്കാമെന്ന് ഡിസൈഡ് ചെയ്ത് ചേർത്താണോ? അല്ല, അമ്മ അച്ഛനും പറയാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ പാടാനൊക്കെ ശ്രമിക്കാറുണ്ടെന്ന്. അങ്ങനെ ചേർത്തതാണ്. ഇപ്പൊ ഇങ്ങനെയായി ഇതൊക്കെ. അമ്മയും അച്ഛനും ഒക്കെ പാട്ട് പാടുന്നവരാണ്. അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട്, പാടും. പക്ഷെ അച്ഛന് പാട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഫുൾ സപ്പോർട്ട് അല്ലേ? അതെ അതെ. എല്ലാം ഇപ്പൊ ഓടി നടന്ന് ചെയ്യുന്ന അച്ഛനും അമ്മയും കൂടെ അല്ലേ? ഒരു പാട്ട് പാടുന്ന സമയത്ത് ശരിക്കും ഒരു പാട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം. അതിന്റെ വരികൾ, അതിന്റെ മ്യൂസിക്, അത് മ്യൂസിക് ഡയറക്ടർ ചെയ്തു, ഒരു മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്, ഒരു സിംഗർ പാടിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ പറ്റി ചിന്തിക്കാറുണ്ടോ? അതിന്റെ അർത്ഥങ്ങളെ പറ്റിയൊക്കെ അറിയാൻ ശ്രമിക്കാറുണ്ടോ? എൻ്റെ അച്ഛനാണ് മോസ്റ്റ്ലി ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞുതരാം. അമ്മ ഫുള്ള് അത് പാട്ടിനെ പറ്റി പറഞ്ഞു തരാറുണ്ട്. അച്ഛൻ മെയിൻലി ഡിക്ഷനും പാട്ടിന്റെ അർത്ഥവും ഒക്കെ പറഞ്ഞു തരാറുണ്ട്. അങ്ങനെയാണ് അല്ലേ അച്ഛൻ? ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും കഥയുണ്ടോ പാട്ടിന്റെ? അപ്പം ഞാൻ KG മാർക്കോസ് അങ്കിളുടെ കൂടെയും ഞാൻ സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട്. ആദ്യമായിട്ട് പാടുന്നത് സ്റ്റേജിൽ ഒരു ഡുവറ്റാണ് ഞാൻ ആദ്യമായി പാടുന്നത്. അതെ, കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഡുവറ്റ് പാടാൻ അവസരം കിട്ടി. അത് ഭയങ്കര ഭാഗ്യമായി തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കോസ് അങ്കിളുടെ 2-3 പ്രോഗ്രാം ചെയ്തു. ഇപ്പോഴും വിളിക്കാറുണ്ട് അതെ പ്രോഗ്രാമിന് അല്ലേ? ശരിക്കും ആ പാട്ടിന്റെ വരികളിൽ തന്നെ കഥയുണ്ട് അല്ലേ? ആ പാട്ടാണോ നമുക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്നത്? കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനി നീർ ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനി നീർ ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. അടിപൊളി. ശരിക്കും നമ്മുടെ വേണുഗോപാൽ സാറിനെ പോലെ തന്നെ ജയചന്ദ്രൻ സാറിന്റെ കൂടെയൊക്കെ ഒരുപാട് സ്റ്റേജ് ഷോസ് അല്ലേ? ഒരു സ്റ്റേജ് ഷോ ചെയ്തിട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും മെമ്മറി? അത് ഈ കൈരളി ടിവിക്ക് തന്നെയാണ്. നിശാഗന്ധിയില് വെച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ജയചന്ദ്രൻ സാറ് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റേജിൽ എനിക്ക് പാടാൻ അവസരം കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്ക് സ്റ്റേജിൽ വെച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തെങ്കിലും പാട്ടിൽ തിരുത്തേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദേശമൊക്കെ തന്നിരുന്നോ അന്ന്? അന്നേരം പാട്ട് കേൾക്കുന്നതിന് മുന്നേ ആണ് ഫോട്ടോ എടുക്കാൻ പോയത്. അതുകൊണ്ട് ഒന്നും പറയാണ്ടി വന്നില്ല എന്നൊക്കെ. ഓക്കെ. അപ്പോൾ ജയചന്ദ്രൻ സാറിന്റെ ഇഷ്ടമുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ
ആദ്യമായിട്ട് കോമ്പറ്റീഷനൊക്കെ പാടുന്ന ലൈറ്റ് മ്യൂസിക് ആയിരുന്നു ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ആ പാട്ട് കോമ്പറ്റീഷനൊക്കെ പാടി ഫസ്റ്റൊക്കെ കിട്ടി. നല്ലൊരു ഓർമ്മയുള്ളൊരു പാട്ടാണ്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാണ് ജയചന്ദ് സാറിൻ്റെ. സാറിന്റെ അത് പാടാൻ ശ്രമിക്കാം. ശരി. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ആഹാ, ശരിക്കും ഈ പാട്ടിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സിനിമാ പാട്ടോ ഒന്നുമല്ല, പക്ഷെ അത്രയധികം ഹിറ്റാണ് അല്ലേ. അതിന്റെ ഒരു റീസൺ അതിന്റെ സംഗീതവും അതുപോലെ ലിറിക്സും ഒക്കെയാണ്. ഇപ്പൊ ലിറിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അമ്മ പാടുകയാണ്, കുയിലിനോട് പറയാണ് പതുക്കെ പാട്, എന്റെ കുഞ്ഞ് ഉറങ്ങുകയാണ്, ഉറങ്ങിക്കോട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അത് ആ വരികളും ആ സംഗീതമൊക്കെ അങ്ങ് കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര അപാരമാണ്. അതാണ് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നതും. ഈ പാട്ട് നല്ല മനസ്സിൽ നിൽക്കുന്ന പാട്ടാണ്. ഇങ്ങനെ അമ്മ പാടിത്തരുന്ന പാട്ടെന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ വല്ല പാട്ടും പാടിത്തരുമോ മൂക്ക്? അമ്മ പാടിത്തരാറ് ഇല്ല പൊതുവെ. പക്ഷെ അമ്മയ്ക്ക് പാടിക്കൊടുക്കോ? അമ്മയ്ക്കും പാടിക്കൊടുക്കാറുണ്ട്. പക്ഷെ കൂടുതലും ഞാൻ ചെറുപ്പത്തിൽ ഉറങ്ങുമ്പോഴൊക്കെ അച്ഛനാണ് പാടിത്തരാ. അച്ഛൻ എന്താണ് പാടിത്തരുന്നത്? പഴയ ഹിന്ദി പാട്ടുകൾ ഇതൊക്കെയാണ്. അതെ, ഞാൻ ആദ്യമായി കേൾക്കുന്ന തന്നെ അച്ഛൻ. അച്ഛൻ ആദ്യമായിട്ട് കേൾക്കുന്ന തന്നെ ആ ഹിന്ദി പാട്ടുകൾ ഞാൻ ആദ്യമായി കേൾക്കുന്ന തന്നെ അച്ഛൻ പാടിയിട്ടാണ്. അങ്ങനെ ഏതെങ്കിലും സ്പെഷ്യൽ പാട്ടുണ്ടോ അച്ഛൻ എപ്പോഴും പാടുന്നത്? जागले की फिर हसी रात